2-3 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ആൾക്കാരും സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിനെ കുറിച്ച്. വിസാർഡ് ലിസ് അല്ലെങ്കിൽ ലിസ് വിസാർഡ്. ഞാനും ഷെയർ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ഈ വിസാർഡ് ലിസ് ആരാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ കോവിഡ് സമയത്ത്, ഫസ്റ്റ് കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലൊക്കെ തന്നെയായിരുന്നു. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ എല്ലാം കൊണ്ടും ഒരു ഇതായിട്ട് കിടന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയോ ഈ വിസാർഡ് ലിസിൻ്റെ കണ്ടന്റ് കണ്ടു. സോ എല്ലാ ഒരു കോമൺ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെ പുള്ളിക്കാരിയും ലൈക്ക് നിങ്ങൾക്ക് വില കൊടുക്കണം, യു ഷുഡ് ബി യുവർ ഫസ്റ്റ് പ്രയോറിറ്റി, ആരെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയാൽ പോട്ടെ എന്ന് വിചാരിക്കണം, അതിനെ കരഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. ഇങ്ങനെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ട്, പക്ഷേ പുള്ളിക്കാരി ആ സമയത്ത് ഭയങ്കര റീച്ച് കിട്ടി. പുള്ളിക്കാരി എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിക്കായി. സോ ആ കോവിഡ് സമയത്ത് ഞാൻ അങ്ങനെ 2-3 തവണ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് റീസെൻ്റ് ഒരു 2-3 ദിവസം മുമ്പാണ് ഷീ ഗോട്ട് ചീറ്റഡ് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ കാണും, പേര് കേട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇൻസ്പിറേഷണൽ ആളാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയൊക്കെ ഉപദേശം കൊടുത്തിട്ടും ആൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം ഷീസ് പ്രഗ്നൻറ്റ്, 4 മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അതായത് 4 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. ആൻഡ് ഇപ്പം 4 മാസം പ്രഗ്നൻ്റ്. ആ ഒരു സമയത്താണ് ചീറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ 4 മാസം, അപ്പോൾ ഇനിയിപ്പം മറ്റേ പുള്ളി സോറി, ഇത്രയും വലിയ ഫേമസ് ആണ് പുള്ളി, സോറിയൊക്കെ പറഞ്ഞു വന്നാൽ ഇവർ ഒന്നിക്കുമായിരിക്കും, ഒരു അബദ്ധമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ശരിക്കും ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റേ ബോയ് ഫ്രണ്ട് വേറെ പെണ്ണിൻ്റെ കൂടെ അങ്ങനെ ലൈക്ക് പോയോ ഒന്നും താമസിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് സ്നാപ്ചാറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇന്ത്യയിൽ അതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സ്നാപ്ചാറ്റിൽ കൂടെ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്ത് പുള്ളിക്കാരി, ആ ചാറ്റ് ചെയ്ത പുള്ളിക്കാരി ആക്ച്വലി ഈ ലിസിൻ്റെ ഫോളോവർ ആയിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സോ ഞാൻ ഈ ന്യൂസൊക്കെ അറിഞ്ഞപ്പം ഇനിയിപ്പോൾ സോറിയൊക്കെ പറഞ്ഞു വരുമ്പം ക്ഷമയാണ് ഏറ്റവും വലുത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അവർ അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലേ. പലരും ഇപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടും മറ്റു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ സോ ലിസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു, ഞാൻ ഉപേക്ഷിച്ചു, എനിക്ക് ഇനി ഇങ്ങനൊരു വ്യക്തി വേണ്ട. ലൈക്ക് ഷീ ടോട്ടലി കിക്ഡ് ഹിം ഔട്ട്. പുള്ളിക്കാരൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും എനിക്കറിയത്തില്ല, ഇനി സവിശേഷതകൾ എനിക്കറിയത്തില്ല, ഇനി അവർ മിണ്ടുവോ എന്നൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരുടെ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, ലൈക്ക് നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന അറിഞ്ഞപ്പെട്ടാൽ പിന്നെ അവിടെ കടിച്ചു നിൽക്കരുത്, കിക്ക് ഹിം ഔട്ട് ആൻഡ് ലിവ് യർ ലൈഫ് എന്നുള്ള രീതിക്ക്. ആൻഡ് ഷീസ് പ്രഗ്നൻറ്റ്. അപ്പം അതും കൂടെ കണ്ടപ്പം എനിക്കങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനോട് അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളൂ. കാരണം പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെ റെയറായിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അത് നോ ഡൗട്ട്, ഈവൻ അവർക്കും അറിയാം. സോ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ആക്ച്വലി ലിസ്. അവരുടെ മൊത്തം വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടതിൽ വെച്ചുള്ള രീതിക്ക് തന്നെയാണ് അവരുടെ ലൈഫിലും. ഷീ ഗോട്ട് ചീറ്റഡ്, ഷീസ് 4 months pregnant ആൻഡ് ഷീസ് എക്സ്പോസിങ് ഹിം എന്ന് പറഞ്ഞാൽ ഈ സ്നാപ്ചാറ്റാണ് മെയിൻലി ഉള്ളത്. പക്ഷേ ആ സ്റ്റോറി കൂടെ തന്നെ പുള്ളിക്കാരിയുടെ ഒരു $100K ഡോളർ, അതെ അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ. ആ എൻഗേജ്മെൻറ്റ് റിംഗ് വിറ്റിട്ട് ആ പൈസ സിംഗിൾ മദേഴ്സിന് ഡൊണേറ്റ് ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞ് ലൈക്ക് സ്റ്റോറീസൊക്കെ കണ്ടപ്പോൾ ഐ ആക്ച്വലി ഫെൽറ്റ് ക്വൈറ്റ് കൈൻഡ് ഓഫ് ഷീസ് ഗുഡ് എന്നുള്ളൊരു തോട്ട് വന്നപ്പം. ഞാൻ പൊതുവേ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചൊന്നും പറയത്തില്ല, പക്ഷേ പല ആൾക്കാരും ഇപ്പം ഞാനും ഷെയർ ചെയ്തിരുന്നു റീലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പല ആൾക്കാരും പല ബോയ് ഫ്രണ്ട്സും ഇപ്പം ഇങ്ങനെ പേടിച്ചിരിക്കുക എന്നൊക്കെ റീൽ കണ്ടപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ചോദിച്ചു, ആരാ ഈ ലിസ് ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പം ഐ തോട്ട് ഐ ഷുഡ് അപ്ലോഡ് എ വീഡിയോ. ഓക്കെ.